യെസ് യെസ് ഹലോ ബച്ചോ ഹായ് നമസ്തേ. 10ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ യൂണിറ്റിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നേരെ 5ാമത്തെ യൂണിറ്റിലെ ഹൈ പ്രോബിലിറ്റി ഏരിയാസിലേക്ക് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ യൂണിറ്റിലെ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഹാനി ആയിട്ടുള്ള പരി ലഡ്കി എന്ന് പറയുന്ന ഒരു കഹാനിയും അതുപോലെ തന്നെ സിലാ ഭിന്തി ലഡ്കിയാം എന്ന് പറഞ്ഞൊരു കവിതയാണ് നമുക്ക് ഈ ഒരു 5ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. സോ ആദ്യത്തെ പാഠഭാഗം പരി ലഡ്കി എന്നതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ SLC ഹിന്ദി ബൈ ജിമ്മൻ സാർ എന്ന ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ എന്തായാലും ജോയിൻ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അറിയാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ജിമ്മൻ സാർ ജോപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ജസ്റ്റ് ചാനൽ ലിങ്ക് ചോദിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ചാനൽ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ചാനലിൽ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് എല്ലാവരും ജോയിൻ ആയെന്ന് ഉറപ്പുവരുത്തുക. റെഡി? സോ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. പരി ലഡ്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി ആരാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോറി ബി ഫ്രീഡ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിയാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചില്ലേ. അടുത്തത് ആരാണ്? അതിനെ ട്രാൻസ്ലേറ്റ് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത ആളാണ് അരവിന്ദ് ഗുപ്ത എന്ന് പറഞ്ഞ ആൾ. അരവിന്ദ് ഗുപ്തയാണ് ഹിന്ദിയിലേക്ക് അതിനെ തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അരവിന്ദ് ഗുപ്തയാണ് അതിന്റെ അനുവാദകൻ എന്ന് പറയുന്നത്. മറിച്ച് ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ ലോറി ബി ഫ്രീഡ്മാൻ എന്ന് പറഞ്ഞ എഴുത്തുകാരെയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. റെഡി? മൂൽ എഴുത്തുകാരെന്ന് പറയുന്ന ആരാണ്? ലോറി ബി ഫ്രീഡ്മാൻ ആണ്. സോ അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ് നേരെ അരവിന്ദ് ഗുപ്ത ഹിന്ദിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചതാണ്. ഇനി ആരാണ് ഇതിൽ മെയിൻ തീം എന്ന് പറയുന്നത്? ദ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന യഹൂദി നരസംഹാരം എന്ന് പറയുന്ന ആ ഒരു മെയിൻ ആയിട്ടുള്ള ആദ്യങ്ങളിൽ ഒരുപാട് പേരെ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. ആ ഒരു നാസി ക്യാമ്പിൽ ആദ്യത്തെ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ. അതിനുശേഷം എന്തൊക്കെയാണ്? സർവൈവൽ ആണ്. ഓക്കെ, അതിലെ മെയിൻ ക്യാരക്ടറിന്റെ സർവൈവൽ ആണ്. അതുപോലെ തന്നെ അവന്റെ പ്രതീക്ഷയാണ്, ഹോപ്പാണ്, ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതുപോലെ തന്നെ സ്നേഹം എന്ന് പറഞ്ഞ എല്ലാം. ഇതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ മെയിൻ തീം എന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ അതിലെ മുഖ്യ കഥാപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ആളാണ് ഹെർമൻ എന്ന് പറഞ്ഞ ആൾ. അല്ല, ഹെർമൻ എന്ന് പറഞ്ഞ ബാലൻ, അവൻ പിന്നീട് വലുതാകുന്നുണ്ട്. ഹെർമൻ എന്ന് പറഞ്ഞ ആ ഒരു ബാലനാണ് മെയിൻ ക്യാരക്ടറായിട്ട് ആദ്യം വരുന്നത്. ഹെർമനും ഉണ്ട്. അതുപോലെ തന്നെ റോമ എന്ന് പറഞ്ഞ പരി ലഡ്കിയായി മാറുന്നത്, ഏഞ്ചൽ ഗേളായി മാറുന്ന റോമയും ഈ ഒരു ഇതിലെ മെയിൻ കഥാപാത്രങ്ങളാണ്. ഹെർമൻ, റോമ, ഇതിലാണ് ആ ഒരു കഥ മുന്നോട്ട് പോകുന്നത്. സോ ഹെർമൻ, റോമ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചില്ലേ. സോ പാഠഭാഗത്തിന്റെ ഈസി സമ്മറി ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കാണാം. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ 2 മാർക്കിന് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും എഴുതിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ വേണ്ടി നിങ്ങളോട് പറയാണ്. സോ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, കാരൻ ബതായിയെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം റീസൺ പറയാനാണ്. സോ എന്താണ്? മാനെ ഹെർമൻ കോ അപ്പനെ ബഡേ ഭായിയോ കി ഓർ ക്യൂ ധക്കേല ദിയ. അമ്മ എന്തുകൊണ്ടാണ് നമ്മുടെ ഹെർമൻ, ചെറിയ കുട്ടിയായ ഹെർമനെ അമ്മ എന്തുകൊണ്ടാണ് മൂത്ത സഹോദരങ്ങളിടയിലേക്ക് ധക്കേല ദിയ മത്ലബ് പോത്തെ അവരിലേക്ക് പുഷ് ചെയ്തിട്ട് അമ്മ പറഞ്ഞില്ല, ഇനി നീ നിന്റെ കാര്യം നോക്കേണ്ട സമയമായിട്ടുണ്ട്, നീ എന്ത് ചെയ്യണം, എന്താ നിങ്ങളുടെ സഹോദരങ്ങളുടെ കൂടെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, അമ്മ അവനെ തള്ളി മാറ്റിയിട്ട് അമ്മ സെപ്പറേറ്റ് വേറെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു റീസൺ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതണം ക്യൂങ്കി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബിക്കോസ് മാ ജാൻതി തി, അമ്മക്ക് അറിയായിരുന്നു महिला और बच्चों की सीधे मौत के घाट उतार दिया जाएगा. यस, हरमन को बचाने के लिए उन्होंने उसे आदमी बनने और भाइयों के साथ जानने के लिए कहा था कि वह काम करके जिंदा रह सके. ചെറിയ കുട്ടികളായാൽ പോലും അല്ലെങ്കിൽ എന്താണ് മെയിനായിട്ട് സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ഇവർ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അമ്മക്ക് അറിയായിരുന്നു ഒരു ആത്മീയമാവണം, ഒരു യങ് ആയിട്ടുള്ള മാനായി നീ മാറേണ്ടിയിരിക്കുന്നു. കാരണം നിനക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ. കാരണം അമ്മക്കറിയാം എന്തായാലും അമ്മേനെ അവരുടെ ലേഡീസിനൊന്നും എന്തായാലും ജീവനോടെ വെക്കത്തില്ല. മറിച്ച് ഹർമൻ എന്ത് ചെയ്യുന്നു, ആ ഭായ് സഹോദരങ്ങളുടെ കൂടെ പുഷ് ചെയ്തപ്പോൾ അമ്മയുടെ കൂടെ നിർത്താത്തത് അതുകൊണ്ടാണ്. കാരണം അമ്മക്ക് എന്താണ് ഹർമൻ ജീവനോടെ വേണമായിരുന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളുടെ കൂടെ അവനെ തള്ളി മാറ്റിയിട്ട് അവനോട് എന്താണ് ഒരു ആത്മീയ ബന്നേക്ക, ഒരു മാനായിട്ട് വർക്ക് ചെയ്തിട്ട് നീ ജീവൻ നിലനിർത്തണമെങ്കിൽ നീ വർക്ക് ചെയ്യണം എന്ന രീതിയിലാണ് അമ്മ ആരോട് പറയുന്നത്, ഹർമനോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റെഡി അല്ലേ? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്യൂങ്കി മാ ജാൻതി ഹൈ കി महिला और बच्चों को जो सीधे मौत के घाट उतार दिया जाएगा. ചെറിയ കുട്ടികളായാലും അമ്മമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, मौत की ओर लेके जाने वाला है. सो इसीलिए हरमन से क्या किया कि हरमन को जो अपने भाइयों के साथ धकेला देकर अपने भाइयों के पास भेजकर സഹോദരങ്ങളുടെ അടുത്ത് അയച്ചുകൊണ്ട് അമ്മ എന്താണ് അവന്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവൻ അവിടെ നിന്ന് എന്ത് ചെയ്യണം, സർവൈവ് ചെയ്തിട്ട് മുന്നോട്ട് വരാൻ അമ്മ ആഗ്രഹിച്ചുകൊണ്ടാണ്. സോ രണ്ടാമത്തെ ചോദ്യമാണ്, അബി യഹി ഘർ ഹൈ ഭായിനെ ऐसा क्यों कहा. ഹർമന്റെ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വീട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതണം, ജബ് ഹർമൻ നെ ഘർ ജാനെ കി ജിദ് കി. ഹർമൻ വീട്ടിലേക്ക് പോകാൻ വാശി പിടിച്ച സമയത്ത് ഭായിനെ നിരാശ ഡിസ്പെയർ മേ യഹ് കഹ, നിരാശ സെ യഹ് കഹ, നിരാശയോടുകൂടി സഹോദരങ്ങൾ
പറയാണ്, എന്താണ് ഹർമൻ പറയാണ് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ഹർമൻ പറയുന്ന സമയത്ത് സഹോദരങ്ങൾ വളരെ നിരാശയോടെ പറയാണ് कैदी शिविर की भयानक स्थितियों को देखकर उन्हें लग गया था कि अब वे शायद कभी अपने असली घर नहीं लौट पाएंगे और वही नरक अब उनका घर है എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഖൈദി തടവേറയിൽ എന്താണ് യെസ് ലഗാ था कि अब ये वे शायद कभी अपने असली घर नहीं लौट पाएंगे, അവരുടെ യഥാർത്ഥ വീടുകളിലേക്ക് ഇനി എന്തായാലും തിരിച്ചു പോകാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. और वही नरक अब उनका घर है, ഈ ഒരു നരകമായിട്ട് ഈ നരകം തന്നെയാണ് ഇനി അവരുടെ വീട് എന്ന് മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ? ക്യൂക്കി യെസ് ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറി ഇനി തിരിച്ചു പോക്കില്ല എന്നറിയാം, അതുകൊണ്ടെന്നാണ് ഇത് തന്നെയാണ് ഇനി വീട് എന്നാണ് സഹോദരങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി തിരിച്ചു പോക്കില്ല, ഇനി മുന്നോട്ടേക്ക് മാത്രമാണ്, ഇനി വീട് കാര്യങ്ങളൊന്നുമില്ല, ഇവിടുന്ന് സർവൈവ് ചെയ്യണം എന്നൊരു കാര്യം മാത്രമാണ്. സോ അതുകൊണ്ടാണ് ഭായി അവനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൺസെപ്റ്റ് റെഡിയില്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒന്ന് വായിച്ചോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. റോമ നമ്മുടെ പരിയിലടിക്കായിട്ടുള്ള റോമ എന്താണ് ഇനി അപ്പനി ജാൻ ജോക്കിം മേ ഢാൽക്കർ ഹർമൻ കി മദദ് ക്യൂക്കി, തൻ്റെ ഈ ഒരു ലൈഫ് ജീവൻ പണയം വെച്ചിട്ടാണ് റോമ ഇവന് ആപ്പിൾ എന്ത് ചെയ്തിട്ടുള്ള സീമ ആ ഒരു കമ്പി വേലിക്കാട് മുള്ളുവേലിക്ക് അടുത്ത് വന്നിട്ട് അവനെ ആപ്പിൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത്. സ്വന്തം ജീവൻ ജോക്കിം മേ ഢാൽക്കർ അപകടത്തിലാക്കിക്കൊണ്ടാണ് റോമ ഈ ഒരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമ ദയാലു ഓർ സാഹസി ലടുക്കി, വളരെ ദയാലുവാണ്, അതുപോലെ തന്നെ സാഹസിയുമാണ്, നിഡറാണ് ആര് റോമ. സോ ഉസ്നെ ഭാഡ് കെ ഔസ് പാർ എക് ഭൂക്കെ ഓർ ഭേബസ് ലടുക്കെ, ആ ഒരു ഭാഡ് എന്ന് പറഞ്ഞ ഫെൻസിന്റെ അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭൂക്കെ വിശപ്പോടുള്ള ആ ഈ ഒരു ഹർമനെ കണ്ട സമയത്ത് വിശന്നിട്ടും വളരെ അവന്റെ ആ ഒരു ദയനീയ അവസ്ഥ കണ്ടതുകൊണ്ട് എന്താണ് ഉസ്നെ ഉസ്സെ रहा नहीं गया, सो देखा तो उससे रहा नहीं गया, അതുകൊണ്ട് എന്താണ് കണ്ടിട്ട് കണ്ടില്ല എന്ന് അടിക്കാൻ ആരെ കൊണ്ട് സാധിച്ചില്ല, റോമക്ക് സാധിച്ചില്ല. इंसानियत ह्यूमैनिटी के नाते उसने अपनी जान की परवाह किए बिना उसे रोज सेब देकर उसकी जान बचाई. എപ്പോഴും അവന് ഭക്ഷണം ഒന്നും എന്താണ് നമ്മുടെ ഹർമൻ ആ ഒരു ഖൈദി ശിബിറിൽ ആ ഒരു ക്യാമ്പിൽ എന്ത് ചെയ്യുന്നിട്ടില്ല, തടവുകാരുടെ ആ ഒരു ക്യാമ്പിൽ നല്ല ഭക്ഷണം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ റോമ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഹ്യൂമാനിറ്റി, റോമയിലെ ഹ്യൂമാനിറ്റി ആണ് കാരണം അവന്റെ ജീവൻ നിലനിർത്തുക എന്ന്. അവൾ ആ ഒരു ഹ്യൂമാനിറ്റി കാരണം അവൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് അവൾ ഈ ഒരു കാര്യം ചെയ്തതെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റെഡി അല്ലേ? അപ്പൊ അവിടെ പ്രതീക് സിംബോളിസം എന്താണ്, കഹാനി മേ സേബ് കിസ്കാ പ്രതീക് ഹേ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ പ്രതീകാത്മക കഹാനി മേ ജോ സേബ് കിസ്കാ പ്രതീക് ഹേ, ആരുടെ പ്രതീകമാണെന്ന് ചോദിച്ചാൽ സേബ് കേവൽ ഭോജൻ നഹി, സേബ് എന്ന് പറയുന്നത് വെറും ഭക്ഷണം മാത്രമല്ല, മറിച്ച് എന്താണ് ബൽക്കി ഉമ്മീദ് ഔർ ജീവൻ കാ പ്രതീക് ഹേ. ഉമ്മീദ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെയും ജീവന്റെയും ഒരു പ്രതീകമാണ് എന്ത് നമ്മുടെ ഈ ഒരു സേബ്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മീദാണ്, ഒരു പ്രതീക്ഷയാണ്, കാരണം ജീവൻ നിലനിർത്തുക എന്നതിന്റെ ഒരു പ്രതീക്ഷ കൂടിയാണ് ഇവിടെ ആപ്പിൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. उस सेब ने हरमन को ना केवल भूख से बचाया, ഈ ഒരു ആപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട് വിശപ്പിൽ നിന്ന് മാത്രമല്ല ഹർമനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു, മറിച്ച് ഉസെ ജീനെ കാ ഹോസ്ല ബി ദിയ, ആ ഒരു ധൈര്യം ഹോസ്ല അവൻ എന്താണ് ജീവിക്കാനുള്ള ഒരു കറേജ് കൂടെ കൊടുത്തത് ആരാണ്, ഒരു ആപ്പിൾ ആണ്. നമ്മുടെ റോമ ഡെയിലി അവൻ എന്ത് ചെയ്യുന്നുണ്ട് റോസ് ക്യാ ഹേ യേ സേബ് इस बाढ़ के जो दूसरी तरह से आकर देते रहते थे, എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഡെയിലി എന്ത് ചെയ്യുന്ന അവൾ ആ ഒരു ആപ്പിൾ അവന് കൊടുക്കുമായിരുന്നു, കാരണം ഹ്യൂമാനിറ്റിയാണ്, ആ ഒരു ആപ്പിൾ ആണ് അവന്റെ ജീവൻ മുന്നോട്ട് നിലനിർത്താനും സഹായിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവനൊരു ഹോസ്ല, അവനൊരു ധൈര്യം കൂടെ ആരാണ് ഇവൾ ഈ റോമ കൊടുത്തിട്ടുണ്ടായിരുന്ന ആപ്പിൾ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റെഡി അല്ലേ? അതാണ് അതിന്റെ ഒരു പ്രതീകാത്മക സിംബോളിസം എന്ന രീതിയിൽ സിംബോളിസ് അവിടെ കൊടുത്തിട്ടുള്ളത്. റെഡി? അടുത്ത 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾ നോട്ട് ചെയ്യുന്നതാണ്. ഡയറി എന്നതാണ്. അമേരിക്ക മേ റോമ സെ मिलने और यह जानने के बाद कि वही उसकी परी लड़की है, हरमन ने उस रात अपनी डायरी में क्या लिखा होगा. യെസ്, അതാണ് അവൻ മനസ്സിലാക്കുവാണ്. ഹർമൻ എന്താണ് അന്ന് അമേരിക്കയിൽ വെച്ചിട്ട് അന്നത്തെ ദിവസം രാത്രി എന്താണ് അവനൊരു ഡയറി എഴുതുവാണ്. എപ്പോഴാണ് അവന് മനസ്സിലാവുകയാണ് ഇത് തന്നെയാണ് എൻ്റെ റോമയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് റോമയെ അമേരിക്കയിൽ വെച്ച് കണ്ട സമയത്ത് ഇത് തന്നെയാണ് തൻ്റെ ആ പണ്ട് പോയ ആ ഒരു പരിയിലെടുക്കി മാലാക പെൺകുട്ടി എന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ അന്നത്തെ ദിവസത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആരുടെ ഹർമൻ തൻ്റെ ഡയറി എഴുതുവാണ്. കാരണം തൻ്റെ മാലാക പെൺകുട്ടി തൻ്റെ ജീവൻ രക്ഷിച്ച ആ सेब तन तने जीवन अपनी जो जान बचाने वाले उसी लड़के को अपने सामने देखकर क्या है हमारी जो हरमन उस दिन की जो डायरी ഹർമന്റെ അന്നത്തെ ദിവസത്തെ ഒരു ഡയറി എഴുതാനാണ് ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. ഡയറിയുടെ ഫോർമാറ്റ് ഹം തോ ജാനത്തെ, ഡയറിയുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അതിനുശേഷം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം എന്താണ് ആജ് മേരി ജിന്ദഗി കാ സബ്സെ ചമത്കാർ ദിൻ ഹേ, ഇന്നെൻ്റെ ലൈഫിൽ ഏറ്റവും എന്താണ് ചമത്കാർ എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതപ്പെടുന്നതും വളരെ എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആണ് ഇന്നെൻ്റെ ലൈഫിൽ എന്ന് ഹർമൻ എഴുതുവാണ്. കാരണം മുझे यकीन नहीं हो रहा कि रोमा ही मेरी परी लड़की है, അവൾക്ക് എന്താണ് അവനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, റോമ തന്നെയാണ് തൻ്റെ പരി ലड़की അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബർസോ പെഹലെ ജിസ് ലड़की സേബ് ദേക്കർ മേരി ജാൻ ബച്ചായി തീ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആപ്പിൾ തന്നിട്ട് എൻ്റെ ജീവൻ രക്ഷിച്ച ആളായിരുന്നു ആ ജോ മേരെ സാമനെ ഹേ, ഇന്ന് അവൾ എൻ്റെ മുന്നിലുണ്ട്, എൻ്റെ കൺമുന്നിലുണ്ട്. ആജ് ഹം ദോനോ ബന്ദ് നെയ്യേ, രണ്ടുപേരും എന്താണ് ഒരു തടവറയിൽ ഒന്നുമല്ല, മറിച്ച് രണ്ടുപേരും എന്താണ് ആസാദ് വേ, രണ്ടുപേരും എന്താണ് ദോനോ ആസാദിയെ, രണ്ടും എന്താണ് ആ രണ്ടുപേരും സ്വതന്ത്രരാണ് എന്നൊരു കാര്യമുണ്ട്.
മാക്കി ഭവിഷ്യവാണി സച്ച് ഹുയി. അമ്മ ഇടക്കിടക്ക് വരുന്നുണ്ടായിരുന്നു സ്വപ്നത്തിൽ. ആദ്യം ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അമേരിക്കയെ വീണ്ടും അമ്മയുടെ ആ ഒരു സ്വപ്നം ഉറക്കത്തിൽ അവൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഭവിഷ്യവാണി എന്ന് പറഞ്ഞത് സത്യമായി എന്നാണ് പറയുന്നത്. ഏക് പരി ആക്കർ തുമേ ബച്ചായകി എന്ന് അമ്മ രണ്ടാമത്തെ തവണ വന്ന സമയത്ത് എന്താണ്, ഓക്കെ, രണ്ടാമത്തെ തവണയും വന്ന സമയത്ത് അവൻ എന്താണ് റോമയെ വീണ്ടും കണ്ടു. അതാണ് അമ്മ പറയാണ് ഇടക്കിടക്ക് സ്വപ്നത്തിൽ 2 തവണ വന്ന് പറഞ്ഞായിരുന്നു പരിയിലെടുക്കി ആ ഒരു മാലാക പെൺകുട്ടി നിന്നെ രക്ഷിക്കുമെന്ന് അമ്മ പറഞ്ഞൊരു കാര്യം. ഭഗവാനെ ഹമേ ഫിർ സെ മിലാ ദിയാ, ഈശ്വരനെ വീണ്ടും നമ്മൾ രണ്ടുപേരെയും കണ്ടുമുട്ടിച്ചു എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. കൺസെപ്റ്റ് ഇടയിലെ ഇതൊരു ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾ അന്നത്തെ ദിവസത്തെ ഡയറി, ഹർമൻ ആരെ റോമയെ കണ്ടതിന് ശേഷമുള്ള അന്നത്തെ ദിവസത്തെ ഡയറി എഴുതാനാണ്. ഇത്രയും ഹിൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലൈനുമായിട്ട് ഈ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒന്ന് പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. दिन तारीख എഴുതാൻ മറക്കരുത്. ഡയറി में तो जरूरी है ना, आप तो पता है, आप लोगों को जो पता ही है. സോ ചരിത്ര ചിത്രമാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ചോദ്യമാണ്. ക്യാരക്ടർ സ്കെച്ച് നോട്ട് ചെയ്ത് വെച്ചോ. അവിടെ ആരാണ് പരി ലड़की കഹാനിക്ക് മുഖ്യ പാത്ര ഹർമൻ കാ ജോ ചരിത്ര ചിത്രമാണ്. ഹർമന്റെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഹർമന്റെ എന്താണ് ചരിത്ര ചിത്രം, ക്യാരക്ടർ സ്കെച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ എഴുതണം. ആദ്യത്തെ ആണെങ്കിൽ എന്താണ് 11 साल की उम्र में उसने भयानक कष्ट സഹേ എന്നാണ് പറയുന്നത്. 11ാം വയസ്സിൽ തന്നെ വലിയൊരു കഷ്ടപ്പാടാണ് അവൻ സഹിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അറിയാമല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ആ ഒരു നാസി ക്യാമ്പിലെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അടുത്തെന്താണ് ആശാവാദിയാണ്. എന്താണ് ആശാവാദി? ഭൂഖ് और मौत के बीच भी उसने जीने की उम्मीद नहीं छोड़ी. വിശപ്പിന്റെയും മരണത്തിന്റെ ഇടയിലൊക്കെ അവന്റെ സംഘർഷഭരിതമായ ജീവിതത്തിൽ അവൻ പ്രതീക്ഷ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ജീവൻ നിലനിർത്തണം എന്നൊരു ഒറ്റ അതിയായ ആഗ്രഹം, അവന്റെ ഒരു പ്രതീക്ഷയാണ് അവന് മുന്നോട്ടേക്ക് അവനെ നയിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. അവൻ വളരെ ഒപ്റ്റിമിസ്റ്റിക്കലാണ്, ആശാവാദിയാണ്, കൃതജ്ഞനാണ്, വളരെ കൃതജ്ഞനാണ്, വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. അവൻ എന്താണ് വളരെ ഗ്രേറ്റ്ഫുൾ ആവാൻ കാരണം എന്താണ്? വഹ് അപ്നി പരി ലड़की को कभी नहीं भूला जिसने अपना जो जीवन बचाया है बहुत साल पहले अपनी जो जीवन बचाने वाली जो परी लड़की को उसने कभी नहीं भूला. അവൻ മറന്നിട്ടുണ്ടായിരുന്നില്ല. इसलिए तो കൃതജ്ഞ, വളരെ ഗ്രേറ്റ്ഫുൾ ആണ് അവൻ എന്നൊരു കാര്യമുണ്ട്. കാരണം പരി ലड़की को कभी नहीं भूला, അവൻ ആ പരി ലड़किയെ മറന്നിട്ടില്ല എന്നൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭാവുക്കാണ്, വളരെ ഇമോഷണൽ ആണ്, ഭാവുക്കാണ്, വളരെ ഇമോഷണൽ ആണ്. എന്താണ്? മാക്കി യാദേ और रोमा से मिलने से മിലൻ ഉസെ ഭാവ് കർ ദേത്താ ഹെ എന്നാണ് പറയുന്നത്. മാക്കി യാദേ, അമ്മയുടെ ഓർമ്മകളും അതുപോലെ തന്നെ റോമാസെ മിലൻ ഉസെ ഭാവ് കർ ദേത്താ ഹെ എന്നൊരു കാര്യമാണ്. സോ മാക്കി അമ്മയുടെ ഓർമ്മകളും അതുപോലെ തന്നെ റോമയെ വീണ്ടും തിരിച്ചതൊക്കെ എന്താണ് അവൻ്റെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ കൂടി നമുക്ക് അവിടെ കാണുന്നുണ്ട്. ഇത്രയും കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ട്. ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. മെയിൻ പോയിന്റ് ചോദ്യമാണ്. ഒരു പട്കഥ ചോദിച്ചുവാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട കാര്യമാണ്. പട്കഥയുടെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പാത്രത്തിന്റെ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ എന്താണ് സ്ഥാനം എഴുതുന്നു, സമയം എഴുതുന്നു, അതുപോലെ തന്നെ ദൃശ്യ വർണ്ണന എഴുതണം എന്തായാലും. അതുപോലെ തന്നെ പാത്രത്തിന്റെ മെയിൻ പാത്രത്തിന്റെ പേര്, അവരുടെ ഏജും അതുപോലെ തന്നെ അവരുടെ വേഷഭൂഷണൊക്കെയാണ്. സോ ഓൾറെഡി നമ്മുടെ ചാനലുകൾക്ക് ഒരു പട്കഥയുടെ ഒരു ഫോർമാറ്റ് തന്നെ, ഒരു ടെംപ്ലേറ്റ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലുകളിൽ. ജസ്റ്റ് ചാനൽ നോക്കിയാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതിലാണ് സ്ക്രീൻ പ്ലേ നിങ്ങൾ എഴുതണമെന്ന് നോക്കി കഴിഞ്ഞാൽ ഉസ് ദൃശ്യക്ക് ജോ പട്കഥ ലിഖേ, ഏത് ദൃശ്യത്തിന്റെയാണ്? ജബ് ഹർമൻ പെഹ്ലി ബാർ ഭാഡ് കെ പാസ് പരി ലड़की से मिलता है. ആദ്യമായിട്ട് പരി ലड़की ഏതാണ്? ആ ഭാഡിന്റെ ഫെൻസിന്റെ അടുത്ത് നിന്ന് ആര് കാണുവാണ്? ഹർമൻ കാണുവാണ് ആര്? പരി ലड़किയെ. സോ और वह उसे സേവ് देती है. എന്ത് ചെയ്യുന്നു? അവൻ എന്ത് ചെയ്യുന്നു? സേബ് കൂടെ, ആപ്പിൾ കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ഥാനം എവിടെയാണ്? ഖൈദി ശിവർക്ക് ജോ ബാഡ്, തടവറയുടെ ആ ഒരു ഭാഡിലാണ്, ആ ഒരു ഫെൻസിന്റെ അടുത്താണ്. യെസ്. ഹർമൻ എന്താണ്? പാത്ര ആരൊക്കെയാണ്? ഹർമൻ ബൂക്ക ഹെ, ബിഗഡാ ഹുവ കപ്പട ഹെ, അവന്റെ ഡ്രസ്സിന്റെ വേഷഭൂഷണം. 11 ഉംറ എന്നാണ്, 11 സാൽ, അതൊക്കെ മെൻഷൻ ചെയ്യണം. കോൺവെർസേഷൻ എന്താണ്? ക്യാ തുമാരെ പാസ് കുച്ച് ഖാനാ ഹെ, ആര് ചോദിക്കുന്നു? ഹർമൻ ചോദിക്കുകയാണ്. ക്യാ തുമാരെ പാസ് കുച്ച് ഖാനെ കെ ലിയെ ഹെ, അന്നേരം ആര് പറയുന്നത്? നമ്മുടെ ഹർമൻ. ക്യാ ഹെ, റോമ പറയാണ് എന്താണ്? യെസ്, इधर उधर देखता है और क्या है, एक सेब लेकर फेंकता है. यस, ये लो ये सेब खा लो. അന്നേരം എന്താണ്? ഹർമൻ बहुत बहुत धन्यवाद. ആ രീതിയിൽ എന്ത് ചെയ്യണം? കോൺവെർസേഷൻ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. പട്കഥ എഴുതുന്നു, അതിൻ്റെ താഴെ കോൺവെർസേഷൻ. രണ്ടുപേരും അതില്ലേ നമുക്കറിയാം ദൃശ്യവർണ്ണന ചെയ്യാണ്. ആ ദൃശ്യവർണ്ണന ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ദൃശ്യവർണ്ണന ചെയ്യാം. നേരെ കോൺവെർസേഷനിലേക്ക് കിടക്കാം. കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മെയിനായിട്ട് എന്താണ്? ആ ഒരു ആപ്പിൾ എറിയുന്നതിന് മുമ്പായിട്ട് കോൺ ഹെ തും, ഓ പറയും മേരാ നാം യെസ് കാ ഹർമൻ ഹെ, ആപ് മുझे खाने के लिए कुछ दे सकते हैं. അന്നേരം എന്താണ്? റോമ പറയാണ്. റോമ അടുത്ത് തിരിച്ചു പറയുന്നുണ്ട്. तो आप तो कैद में है, खाने के लिए दे सकता है क्या? मैं कोई देख लिया तो मेरा भी मौत हो सकता है. ആരെയും കണ്ടു കഴിഞ്ഞാൽ എൻ്റെയും ഡെത്തിന് പോസിബിൾ ആണ്. സോ आप डरो मत, मेरा तो आप देख सकते, मेरा हाल आप देख लो, എൻ്റെ അവസ്ഥ നിങ്ങൾ കാണൂ. മേരാ ജാൻ തോ കവി ബി മേരെ സെ ജാ സക്താ ഹൈ, എൻ്റെ ജീവൻ എപ്പോഴും എൻ്റെ നിന്നാണ് പോകാൻ സാധ്യതയാണ്. അപ്പോൾ ഹേമ ആപ് ചിന്താ മത് കറോ, മേ ആപ്കോ സേബ് ദേത്താ ഹൂം, ഞാൻ നിങ്ങൾക്ക് ആപ്പിൾ തരാം. തോ ക്യാ ഹെ റോമ സേബ് ഫാങ് ദേത്തി ഹെ, ബ്രാക്കറ്റിൽ എഴുതുന്നു. സോ ഹർമൻ പറയുന്നത് ബഹുത് ബഹുത് ധന്യവാദ്, യേ ആപ് സേബ് തോ ബഹുത് മീഠാ ഹെ.
तो ठीक है അങ്ങനെ ഒരു കോൺവെർസേഷൻ രണ്ടുപേരും നമ്മളൊരു കോൺവെർസേഷൻ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ പട്കത കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. റെഡി അല്ലേ? കൺസെപ്റ്റ് റെഡി അല്ലേ? സോ ഇതാണ് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. സോ ഇവിടെ ഒരു ഗ്രാമർ പോർഷൻ നോക്കുവാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. പരിയിലടുക്കി ഏതാണ്? ആരാണ്? റോമയാണ്. 1 3 ആണ്. പരിയിലടുക്കി റോമയാണ്. ഹർമൻ ആരാണ്? ഹർമൻ ക്യാ ഹേ? യെസ്, യഹൂദി ലഡ്ക. ഹർമൻ യഹൂദി ലഡ്കയാണ്. ലഡ്ക. ഖാദി ഷിവിർ എന്ന് പറയുന്നത് ഏതാണ്? ഖാദി ഷിവിർ എന്ന് പറയുന്നത് ആരാണ്? യാതന और ഭൂക്കാണ്. ഓക്കെ, ഖാദി ഷിവിർ എന്ന് പറഞ്ഞാൽ തടവറ എന്ന് പറഞ്ഞാൽ യാതനയും വിശപ്പുമാണ്. ഉമ്മീദ് കാ പ്രതീകാണ് ആര്? സേബ്, ആപ്പിൾ. സോ നിങ്ങൾക്ക് അത് എഴുതാം. യെസ്, ക്ലിയർ വെച്ചോ, ഞാനത് കണക്ട് ചെയ്യാം. 1 എന്ന് പറഞ്ഞാൽ പരിയിലടുക്കി നേരെ റോമ. 1 3. ഓക്കെ, 1. യെസ്, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 3 ആണ്. ഹർമൻ എന്ന് പറയുന്നത് 1 ആണ്. 3 എന്ന് പറഞ്ഞത് 4 ആണ്. യാതന और ഭൂക്കാണ്. 3 എന്താണ്? ഖാദി ഷിവർ ആണ്. സോ ഖ എന്ന് പറഞ്ഞത് ആരാണ്? ഹർമൻ ഏതാണ്? യെസ്, ഓക്കെ. ഉമ്മീദ് കാ പ്രതീകാണ് നമ്മുടെ നേരെ സേബ്, ആപ്പിൾ ആണ് പ്രതീക്ഷയുടെ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. സോ ഖ അല്ലേ, നമുക്ക് മാച്ച് ചെയ്യാം. ഖ ഒന്നാമത്തേത് നേരെ പോകുന്ന ഏതാണ്? നമ്മുടെ പരിയിലടുക്കി റോമയാണ് അല്ലേ? റോമ. സോ അതേതാണ്? 3 ആണ്. ക്ലിയർ. അടുത്തതാണ് രണ്ടാമത്തെ ഹർമൻ ആരാണ്? ഹർമൻ ഏതിലേക്കാണ് പോകുന്നത്? 1 2. ഹർമൻ ഈസ് യഹൂദിയിലെടുക്കുക, നേരെ ഫസ്റ്റിലേക്ക് പോകും. ക്ലിയർ അല്ലേ? ക്ലിയർ. അടുത്തതാണ് ഖ. ഓക്കെ, ഖ ഏതാണ്? ഖാദി ഷിവിർ എന്ന് പറയുന്ന ഇതിലേക്കാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത്. ഖാദി ഷിവിർ ആണ്. യാതന और ഭൂക്കാണ്. 4-മത്തെയാണ്. അടുത്തതാണ് ഉമ്മീദ് കാ പ്രതീക്. 4-മത്തെ ഖ എന്ന് പറയുന്ന ഇതിലേക്കാണ് പോകുന്നത്? ഉമ്മീദ് കാ പ്രതീക് സേബാണ്. 2-മത്തെയാണ്. സോ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇതുപോലെ എന്താണ്? മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കണം. അടുത്ത മുഹാവർ ഇഡിയംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം. जान जोखिम में ढालना खतरे का काम करना എന്നാണ് പറയുന്നത്. जान जोखिम में डालना എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്നാണ്. റോമ ने हरमन को बचाने के लिए अपना जान जोखिम में डाल दी थी. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, തന്റെ ഹർമന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റോമ സ്വന്തം ജീവൻ പോലും അപായത്തിൽ ഇട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യമാണ്. യെസ്, ക്ലിയർ അല്ലേ? ആങ്കേ പത്ര ജാന എന്ന് പറഞ്ഞ ഇന്തിസാർ കർത്തെ തക് ജാന. ഓക്കെ, എന്നതിനാണ് ആങ്കേ പത്ര ജാന എന്ന് പറഞ്ഞത്. വെയിറ്റ് ചെയ്ത് നിന്ന് മുഷി എന്നൊരു കാര്യത്തെ കുറിച്ചാണ്. കാൽ പരിവർത്തനമാണ്. ടെൻസ് ചേഞ്ച് വന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ഒരു ടെൻസിനെ മാറ്റുക എന്നത് നമുക്ക് ഇവിടെ നോക്കാം. മേ ഗർ ജാന ചാഹത്താ ഹൂം, സിമ്പിൾ പ്രസന്റിൽ പറയാണ് അല്ലെ? മേ ഗർ ജാന ചാഹത്താ ഹൂം, ഞാൻ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. മേ ഹുമിൽ അവസാനിക്കുന്നു, വർത്തമാനകാലം. ക്ലിയർ അല്ലേ? നമ്മൾ ഓൾറെഡി ടെൻസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭവിഷ്യകാലത്തിലാണെങ്കിൽ എന്താണ്? മേ ഗർ ജാന ചാഹൂങ്ക, ഞാൻ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കും അല്ലെ? മേ ഘർ ജാന ചാഹൂങ്ക, ഫ്യൂച്ചറിലാണ്. സോ മേ ഘർ ജാന ചാഹത്താ ഥാ, അതേ ഫോർമാറ്റിലാണ്. സോ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. വർത്തമാന കാലത്തിലാണെങ്കിൽ ഹാൽ അവസാനിക്കും. ഫ്യൂച്ചറിലാണെങ്കിൽ മേ ഘർ ജാന ചാഹൂങ്ക, ഞാൻ ആഗ്രഹിക്കും പോകാൻ. അടുത്ത പാസ്റ്റ് ആണെങ്കിൽ എന്താണ്? മേ ഘർ ജാന ചാഹത്താ ഥാ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പാസ്റ്റ് ഥാ. ഓക്കെ, ഹാ പ്രസന്റ്, ഫ്യൂച്ചർ, ഥാ പാസ്റ്റ്. ഓക്കെ, 2-മത്തെ ഥാ. ക്ലിയർ അല്ലേ? സോ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. എല്ലാത്തിൻ്റെയും സിമ്പിൾ ഫോർമേഷൻ ആണ്. ഒന്ന് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ പാസ്റ്റ് എന്ന രീതിയിൽ പോകുന്നതാണ്. ജസ്റ്റ് ടെൻസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് നിങ്ങൾ നോക്കണം. അവസാനിക്കുന്ന ഹാൽ അവസാനിച്ച വർത്തമാനകാലമാണ്. ഗാലാണെങ്കിൽ ഫ്യൂച്ചർ ആണ്. 2-മത്തെ ഥാലാണ് അവസാനിക്കുന്നത് പാസ്റ്റ് ആണ് എന്ന് നോട്ട് ചെയ്ത് വെച്ചില്ലേ? ക്ലിയർ അല്ലേ? സോ ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൽ എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് നിങ്ങൾ അതൊക്കെ എഴുതിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു പാഠഭാഗത്തിന്റെ അനുവാദം ആരാണ് ചെയ്തതെന്ന് അറിയുന്നവർ പെട്ടെന്ന് കമന്റ് ചെയ്ത്, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റിൽ ഡ്രോപ്പ് ചെയ്യൂ. സോ 1 മിനിറ്റ് ബ്രേക്ക് ചെയ്യാം, നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. रेडी? सो ठीक है बच्चों, सो आप लोग किया होगा. റെഡി. സോ അടുത്ത പാഠഭാഗമാണ് നമ്മുടെ 5-മത്തെ യൂണിറ്റിലെ 2-മത്തെ പാഠഭാഗമായിട്ടുള്ള പ്രകാശ് ക്യോർ എന്ന് പറയുന്നതിലെ സിലാ ഭിൻതി ലഡ്ക്യാം എന്ന് പറയുന്ന, ഓക്കെ, സിലാ ഭിൻതി ലഡ്ക്യാം ഒരു പെൺകുട്ടികളെ കുറിച്ചാണ്. ഒരു കൂട്ടം പെൺകുട്ടികളെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നത്. കവിതയാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? ഏകാൻ ശ്രീവാസ്തവാണ്. പോവേർട്ടി എന്ന് പറഞ്ഞ ദാരിദ്ര്യവും അതുപോലെ തന്നെ ഇന്നസെൻസും, സ്ട്രഗിൾ ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിളും, അതുപോലെ തന്നെ ബ്യൂട്ടി ഇൻ ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്നതൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ മുഖ്യ തീമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാരിദ്ര്യവും അതിന്റെ പോവേർട്ടി ഇന്നസെൻസ്, അതുപോലെ തന്നെ സ്ട്രഗിൾ ഫോർ ഫുഡ്, ബ്യൂട്ടി ഇൻ ഹാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കീ കോൺസെപ്റ്റ് എന്താണ്? സിലാ ഭിന്ന എന്താണ് അതിന്റെ അർത്ഥം? മീൻസ് പിക്കിംഗ് അപ്പ് ലെഫ്റ്റ് ഓവർ ഗ്രെയിൻ സ്റ്റോക്ക് ഫ്രം ദ ഫീൽഡ് ആഫ്റ്റർ ഹാർവസ്റ്റ് എന്നൊരു കാര്യമാണ്. വിളവെടുപ്പിന് ശേഷം എന്താണ്? ഒരുപാട് ധാന്യങ്ങൾ, നമുക്കറിയാം വയലിൽ വിളവെടുപ്പിന് ശേഷം നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ധാന്യങ്ങളൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ടാവും അല്ലെ? ധാന്യങ്ങൾ ഇങ്ങനെ, അരിമണികളൊക്കെ അവിടെ വീണിട്ടുണ്ടാവും. സോ അതെന്താണ്? ചിലപ്പോൾ പക്ഷികളൊക്കെ വന്ന് കൊത്തി പോകാറുണ്ട്. അതുപോലെ കുറച്ചുകൂട്ടം സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെ ഉച്ചക്കൊക്കെ വന്നിട്ട് തന്റെ
തൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുവാണ്. അവരുടെ ആ ഒരു ദാരിദ്ര്യവും അതുപോലെ തന്നെ സ്ട്രഗിൾ ഫോർ ഫുഡാണ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ സ്ട്രഗിളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ അവരുടെ അധ്വാനത്തിൻ്റെ ആ ഒരു സൗന്ദര്യം കൂടിയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ വർണ്ണിക്കുന്നത്. സോ പക്ഷികൾ വന്നിട്ട് ആ ധാന്യം കൊത്തി പെറുക്കി കൊണ്ടുപോകുന്ന പോലെ തന്നെ എന്താണ് ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, സിലാ ഭിന്നേക്കില്ലേ അത് പറിച്ച് എടുക്കാൻ, അതായത് എന്ത് ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, പ്ലക്ക് ചെയ്തെടുക്കുക എന്നുള്ള പെറുക്കി എടുത്തിട്ട് അവർ ധാന്യം എന്ത് ചെയ്യുന്നു, വീട്ടിൽ പോയിട്ട് അരിയാക്കി മാറ്റുന്നുണ്ട്. സോ അവരുടെ ഓരോ നിത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഭക്ഷണം ആവശ്യമുണ്ടല്ലോ, അവർക്ക് എന്തായാലും വിശക്കും, സ്റ്റാർവിങ് ഉണ്ടാവും. സോ അവർക്ക് ഭക്ഷണത്തിന് ആവശ്യത്തിന് എന്ത് ചെയ്യാണ്, അവർ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഈ ഒരു സില എന്ത് ചെയ്യുന്നു, പൊറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലടിക്കാം ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരെ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കിയാലോ. അതിന് ആശയം നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം, സമ്മറി എന്തായാലും പഠിച്ചു വെക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ, ഉപമ തുലന, കമ്പാരിസൺ ആണ് ചെയ്തിട്ടുള്ളത്. കമ്പാരിസൺ ആരുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, ഈ പെൺകുട്ടികളെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ. വേ രംഗീൻ ചിടിയോ കി തര ഉത്തർത്തി ഹെ, വളരെ കളർഫുൾ ആയിട്ടുള്ള പക്ഷികളെ പോലെയാണ് അവർ പറന്നിറങ്ങുന്നത്. സോ കവിനെ ലഡ്കിയോ കി തുലന ചിടിയോ സെ ക്യോं की है, കവി എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടികൾ നമ്മളെ സിലാ ബിൻതി പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ആരുമായിട്ട് തുലന കമ്പയർ ചെയ്തത്, ഈ ഒരു നമ്മുടെ ലഡ്കിയോ കി ജോ തുലന ചിടിയോ സെ ക്യോं किया, ചിടിയോം എന്ന് പറഞ്ഞ പക്ഷികളുമായിട്ട് എന്തിനാണ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ക്യോंकि ലഡ്കിയോ രംഗ് ബിരംഗെ കപ്പടെ പെഹനെ ഹുए है, ഈ പെൺകുട്ടികൾ വളരെ കളർഫുൾ ആയിട്ട് ഡ്രസ്സാണ് ഇട്ടുള്ളത്. അവർ ജുണ്ട് ഒരു ഗ്രൂപ്പായി വന്നിട്ട് ഖേത്തുമേ ആത്തി ഹെ, ഈ ഒരു വയലുകളിൽ വരുന്നത് ഖേത്തുമേ ആത്തി ഹെ. ജैसे പക്ഷി ദാന ചുഗാനെ के लिए ആകാശ ഉത്തർത്തെ ഹെ, പക്ഷികൾ എന്താണ് ഈ എന്താണ് ഈ ഒരു ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഗ്രെയിൻസ് ഒക്കെ പൊറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷികൾ ആകാശത്ത് വരുന്ന പോലെയാണ് ഈ ഒരു കൂട്ടം പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നത്, ആ വിളവെടുപ്പിന് ശേഷം ഈ വയലുകളിലേക്ക് വരുന്നത് എന്നാണ് കവി കമ്പയർ ചെയ്യുന്നത് പക്ഷികളുമായിട്ടാണ്. वैसे ही लड़कियों अनाज सिला भिन्न अनाज क्या है सिला भिन्ने के लिए खेतों में उतरती है, പക്ഷികൾ ഒരു കൂട്ടം പക്ഷികൾ വയലിൽ വന്നിട്ട് ഈ ഒരു വിളവെടുപ്പിന് ശേഷം ഈ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഗ്രെയിൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷികൾ വിളവെടുപ്പിന് ശേഷം വന്നിട്ട് വയലുകളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് എടുത്തു പോകുന്ന പോലെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആര്, ഈ ഒരു കൂട്ടം സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, പക്ഷികളെ പോലെ കമ്പയർ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ പക്ഷികളുമായിട്ടാണ് ലड़कियों की जो चिड़ियों की समानता की गई है. जस्ट नोट छोड़ो, आशय स्पष्ट करे. इतनी भालियों से हो जाएगा तैयार 1 जून के लिए बड़की बर्बाद. इसका क्या अर्थ है, अर्थം എന്താണ്? यह पंक्ति लड़कियों की गरीबी और संघर्ष को दर्शाती है. പെൺകുട്ടികളുടെ പട്ടിണിയും അതുപോലെ തന്നെ സംഘർഷവുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. वे दिन भर खड़ी धूप में मेहनत करके भलियों ग्रेन स्टॉक जमा करती है. വളരെ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്രെയിൻ സ്റ്റോക്സ് ഒക്കെ എന്ത് ചെയ്യുന്ന അവർ കൂട്ടുവാണ് ചെയ്യുന്നത്, അവർക്ക് ആവശ്യമുള്ള ഗ്രെയിൻ സ്റ്റോക്സ് ഒക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. താക്കി ഉन्हें केवल एक वक्त का थोड़ा सा चावल मिल जा सके. क्या है, ഒരു നേരത്തെ ആഹാരം കഴിക്കാനായിട്ടുള്ള അരിമണികൾ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം, ചാവൽ അരിയാക്കി കഴിക്കാം, അല്ലെ ചോറാക്കി കഴിക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു 1 ജൂണിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ അവരെന്ത് ചെയ്തത്, ഇതുപോലെ സിലാ ഭിന്നേക്കിലെ ഖേത്തോമേ ആത്തെ ഹെ എന്നൊരു കാര്യമാണ് നോട്ട് വെച്ചില്ലേ. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബിംബാണ്, ഒരു ഇമാജിനറി സിംബോളിസം ആണ്. ജैसे चोंच मारकर उड़ जाने के बाद भी बरा रहता है पानी में ജൽപാങ്കി का संगीत, ജൽപാങ്കികളുടെ സംഗീതമായ പോലെയാണ് അടുത്തത് ഈ ഗേൾസിനെ കമ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം വെള്ളത്തിൽ കൊത്തിപ്പോയി കഴിഞ്ഞാൽ, മീനിനെ കൊത്തിപ്പോയി കഴിഞ്ഞാൽ ജൽപാങ്കി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു തരംഗം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്, അല്ലെ അവിടെ തരംഗം അവിടെ വേവ് ഉണ്ടാവും ആ പക്ഷി കൊത്തിപ്പോയി ശേഷം കുറച്ച് സമയത്തേക്ക്. അതുപോലെയാണ് ഈ ഗേൾസ് എന്ത് ചെയ്യുന്നത്, വയലുകളിൽ വന്നിട്ട് തന്റെ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ജൽപാങ്കി പോലെ തന്നെ അവിടെ എന്തുണ്ട്, അവരുടെ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംഗീതം അവിടെ നിലനിൽക്കുന്നുണ്ട്, ആ ഭൂമിയിൽ പിന്നീടും വൈകുന്നേരങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കവി പറയാണ് ജैसे പക്ഷി की जो उड़ जाने के बाद भी, പക്ഷികൾ പറന്നതിന് ശേഷം എന്താണ്, പാനി में उसकी जो हलचल महसूस होती है, പാനിയിൽ എന്താണ്, വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു അനുഭൂതി അല്ലെങ്കിൽ പ്രതീതി അവിടെ ഉണ്ട്. वैसे ही लड़कियों के घर लौट जाने के बाद भी, ഈ പെൺകുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം എന്താണ്, खाली खेतों में उनकी हंसी और उपस्थिति का एहसास बना रहता है. അവരുടെ തിരിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ വൈകുന്നേരങ്ങളിലെല്ലാം അവരുടെ ഗ്രെയിൻസ്, ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഗ്രെയിൻസ് ഒക്കെ അവർ പൊറുക്കിയെടുത്തിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയതിനു ശേഷവും അവരുടെ ഒരു പ്രഭാവം പിന്നീടും വൈകുന്നേരങ്ങളിൽ ആ വയലുകളിൽ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ആ ജൽപാങ്കിയുടെ വെള്ളത്തിൽ കൊത്തിപ്പോയതിനു ശേഷം അവിടെ ആ തിരമാലകൾ നിൽക്കുന്ന പോലെയാണ് അവർ പോയതിനു ശേഷം അവരുടെ ഒരു പ്രതീതി അതിൽ തന്നെ നിലനിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കാരൻ ബത്തായ, റീസൺ പറയാനാണ്. ലഡ്കിയാ ഖാലി ഖേത്തോമേ ക്യൂ ആത്തിയേ, ലഡ്കി പെൺകുട്ടികളൊക്കെ എന്താണ് ഈ ഖാലി ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഖേത്ത് വയലുകളിൽ എന്തിനാണ് തരിശുമായിട്ട് നിൽക്കുന്ന, വിളവെടുപ്പിന് ശേഷം തരിശായിട്ട് നിൽക്കുന്ന ഈ ഒരു വയലുകളിൽ എന്തിനാണ് പെൺകുട്ടികൾ വരുന്നത് നമുക്കറിയാമല്ലേ. ഇതുപോലെ തന്നെയാണ് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഗ്രെയിൻസ് എടുത്തിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ എന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ധാൻ കി കട്ടായി കെ ബാദ്, വിളവെടുപ്പിന് ശേഷം ഖേത്തോമേ ജോ ബലിയാം, ആ ഗ്രെയിൻസ് ഒക്കെ വീണ് കിടക്കുന്നില്ലേ, ഗിർ ജാത്തി ഹെ യാ ചൂട് ജാത്തി ഹെ, പൊട്ടിയിട്ടൊക്കെ വീണുന്നൊക്കെ എന്താണ്, ഉന്നെ ബിന്നെ
के लिए गरीब लड़कियां खेतों में आती ताकि अपना पेट भर सके. തന്റെ ഒരു നേരത്തെ അല്ലെങ്കിൽ തന്റെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ വയർ നിറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് തന്റെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നത് ഈ വയലുകളിൽ വരുന്നത് എന്നൊരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലड़कियां खेतों में आती ताकि अपना पेट भर सके. തന്റെ വയറുകൾ തന്റെ അറിയാം പട്ടിണി മാറ്റാനാണ് വിശപ്പ് അകറ്റാനാണ് ഇവർ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റെഡി അല്ലേ? സോ അതാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് തീം എന്ന് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചില്ലേ? അവർ വളരെ ക്വിക്ക് ആയിട്ടുള്ള ആശയമാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ എന്ത് ചോദിച്ചാലും അപ്രീസിയേഷൻ ചോദിച്ചു കഴിഞ്ഞാലും അടക്കം എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5 മാർക്ക്. നിങ്ങൾക്ക് ഞാൻ മെയിനായിട്ട് പറയുന്നൊരു പോയിന്റ് ആണ് ആസ്വാദന ടിപ്പണി പഠിച്ചു വെക്കോ. ആസ്വാദന ടിപ്പണി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. കിലാ ജോ സിലാ ബിൻതി ലड़कियां में ना इनकी जो भावार्थ आस्वादन टिप्पणी की और लिखे. എങ്ങനെയാണ് ആരാണ് എഴുതിയത്? ഈ जो इनकी जो कविता की जो रचना किसने किया है? प्रमुख कवि एकांत श्रीवास्तव जी की एक प्रमुख रचना है എന്നൊക്കെ നിങ്ങൾ എഴുതുന്നത് ആ ഒരു കാര്യം എഴുതുക. ധാൻ കട്ടാई के बाद का खाली खेत. വിളവെടുപ്പിന് ശേഷമുള്ള ആ खाली खेत के बारे में यहाँ दर्शाया गया है. लड़कियां रंगीन चिड़ियों जैसी लगती है. പെൺകുട്ടികൾ എന്താണ് വളരെ കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ഏതാണ് സിറ്റുവേഷൻ നമുക്കറിയില്ല. ദൃശ്യം നോക്കണം. കവി നമ്മൾ എഴുതി ഏകാന്ത് ശ്രീവാസ്തവമാണ്. ഒരു പോയിന്റ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഏത് ദൃശ്യത്തിലാണ്? ധാൻ കട്ടായി കെ ബാദ് വിളവെടുപ്പിന് ശേഷമുള്ള ഖാലി ആയിട്ടുള്ള വയലുകളാണ് ഏത് ദൃശ്യം. ഇതിലെ സൗന്ദര്യം എന്താണ്? ലड़कियां रंगीन चिड़ियां जैसी लगती है. പെൺകുട്ടികൾ എന്താണ് വളരെ കളർഫുൾ ആയിട്ടുള്ള പക്ഷികളെ പോലെയാണ് കാണുന്നത്. ഉനके चेहरों से गुलाबी रोशनी फूटती है. അവരുടെ മുഖത്ത് എന്താണ് വളരെ ഗുലാബി ആ റോസിന്റെ പോലത്തെ വളരെ സൗന്ദര്യമായിട്ടുള്ള ആ വെളിച്ചം മുന്നോട്ട് പ്രതിഫലിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് जो विडंबना क्या है? ഐറോണി എന്താണ്? ദൃശ്യ സുന്ദര है. ദൃശ്യം വളരെ സൗന്ദര്യമുള്ളതാണ്. लेकिन सच्चाई कड़वी है. സത്യം വളരെ എന്താണ് ബിറ്ററാണ്. वे खेलने नहीं बल्कि पेट भरने के लिए खड़ी धूप में मेहनत कर रही है. എന്താണ് അവർ കളിക്കാനും കളിച്ചിരിക്കാനെന്നല്ല മറിച്ച് എന്താണ് ഒരു നേരത്തെ വയറ് നിറക്കാനാണ് ഈ ഒരു വെയിലത്ത് അവർ കഷ്ടപ്പെടുന്നത് എന്നൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് जो संदेश क्या है? गरीबी में जीवन का सौंदर्य और जीने की जिजीविषा बनी रहती है. विल टू लिव ആണ് ആ ജീവിക്കാനും ജീവൻ നിലനിർത്താനുള്ള അവരുടെ ആ ഒരു ആ കടി മെഹനത്താണ്. उनकी जो गरीबी से जो संघर्ष कैसे होते जाते हैं और कैसे इसमें जो बदलाव लाना अपने जो जीवन को जिंदा रखना क्या है इसकी जो मुसीबत को इस कविता में दर्शाया गया है. അവരുടെ ജീവൻ നിലനിർത്താനും പിന്നെ അവർ ജീവന്റെ സംഘർഷങ്ങളുടെ ഒക്കെ ഹാർഡ് വർക്കിംഗ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് ആസ്വാദന ടിപ്പണി എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു മാർക്ക് ഈ ഒരു പാഠഭാഗത്തിൽ ആസ്വാദന ടിപ്പണി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊല്ലപരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾ ചോദ്യപേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യം തന്നെയായിരിക്കും. സിലാ ബിൻതി ലड़कियां കുറച്ച് കവിത പങ്ക്തി തരുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ആസ്വാദന ടിപ്പണി എഴുതുക എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകുന്നതാണ്. 4 മാർക്കിനാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒന്ന് പഠിച്ചു വെച്ചോളൂ. റെഡി അല്ലേ? അടുത്ത ടിപ്പണി എന്ന രീതിയിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതണം? दोपहर भर फैली रहती है पीली धूप में उनकी जो हास्य और गुनगुनाहट. നിങ്ങൾക്ക് വരികൾ തന്നിട്ടും നിങ്ങളോട് ചോദിക്കും ഇതിന്റെ ഭാവാർത്ഥം എഴുതണം. അല്ലെങ്കിൽ ലड़किയുടെ സ്വഭാവത്തിൽ എന്നൊരു ടിപ്പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലड़किകളുടെ ഈ പെൺകുട്ടികളുടെ സ്വഭാവത്തിലെ ടിപ്പണി ചോദിച്ചു കഴിഞ്ഞാൽ ലड़कियां गरीब है വളരെ പാവപ്പെട്ടവരാണ്. पर निराश नहीं है. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? അവർ ഹോസ്റ്റല ധൈര്യം കൈവിട്ടിട്ടില്ല. കടി ധൂപ്പ് और मेहनत के बीच भी वे हंसती गुनगुनाती है. ഈ ഒരു വെയിലത്ത് ഇത്തിരി ഹാർഡ് വർക്കിനിടയിൽ പോലും എന്താണ് അവർ ചിരിക്കുകയും അതുപോലെ തന്നെ മൂളിപ്പാട്ട് പാടുകയൊക്കെ ചെയ്യും. ये उनकी मासूमियत और जीवतंदा लाइवनेस को दिखाता है. वे अपने कष्टों को हंसी में उड़ा देती है. അവരുടെ കഷ്ടപ്പാടിനൊക്കെ എന്താണ് അവർ പുഞ്ചിരിയിലേക്ക് അവർ മാറ്റിയിട്ടുണ്ടെന്നൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് ടിപ്പണി വരികളായി ചോദിക്കുവാണെങ്കിൽ തരാം. സോ ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓൾറെഡി ഞാൻ പറയാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഈ ഒരു ജിമൽ സാർ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ജസ്റ്റ് ചാനൽ ലിങ്ക് ചോദിച്ചാൽ മതി. ഈ ഒരു ചാനൽ ജോയിൻ ചെയ്ത് നല്ല ഇതിൽ ഈ കൊല്ലപരീക്ഷയുടെ പഠിത്തം മുന്നോട്ട് പോട്ടെ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പറയാനുള്ളത്. നമ്മുടെ എല്ലാ പാഠഭാഗത്തിന്റെയും ഈസി സമ്മറി ഈസി ഹൈലി മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സമ്മറി ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയുന്നുണ്ട്. മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1ാമത്തെ യൂണിറ്റ് മുതൽ 5ാമത്തെ യൂണിറ്റ് വരെയുള്ള 3 സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാ വീഡിയോസും ഒന്ന് കാണുക, നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ജസ്റ്റ് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമന്റിൽ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കമന്റ് में फायर लगा दो. सो बच्चों जोश रेडी. सो जोश है हमारी जो आग है ना, हमारी जो आग है ऐसी बुझाना नहीं चाहिए. सो ऐसी आग रखो कभी बुझा नहीं पाए. सो क्या बच्चों रेडी? ये क्या हो गया? ये क्या यस. तो ठीक है बच्चों, कभी ऐसी आग को अपने आप लगाना चाहिए. ऐसी आग के अपने आप लगाना चाहिए, कभी नहीं बुझा सके. ഒരിക്കലും അണയാത്ത ഒരു തീ ഇന്നർ ഫയർ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. സോ ആगे भी आप अच्छी तरह से कामयाबी से आगे बढ़ सके. सो ठीक है बच्चों, इसी और हमारी जो सीरीज है ना यहाँ समाप्त होते हैं. നമ്മൾ 5 യൂണിറ്റിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ഇത് എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം എന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. കാരണം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് പഠിക്കുന്നത്, എവിടെ പഠിക്കണം. നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ ഇരുന്ന് എഴുതി വായിച്ചിട്ടാണ് ഹിന്ദി പഠിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാണ്, സമ്മറി മനസ്സിലാക്കുന്നു, വീണ്ടും എഴുതുന്നു, റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്നു, വൊക്കാബ്സ് പഠിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഹിന്ദി പഠനത്തിന് എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. സോ ബച്ചോ ठीक है, बहुत बहुत धन्यवाद. मिलते हैं अगली वीडियो में. तब तक के लिए धन्यवाद. जय हिंद.